ഈ പുതുവർഷത്തിൽ ലോകത്തെ വിവിധയിടങ്ങളിൽ ഭീകരാക്രമണം നടത്തുമെന്ന് വിവിധ ഭീകര സംഘടനകൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ വിവിധ രാജ്യങ്ങൾ കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആക്രമണങ്ങൾ ഒന്നും ഉണ്ടായില്ല എന്ന് ലോകം സമാധാനിക്കുന്നതിനിടയിലാണ് ജർമ്മനിയിൽ നിന്ന് ഒരു വലിയ വാർത്തയെത്തുന്നത്. ജർമ്മനിയിൽ ഒരു സിറിയൻ പൗരൻ വ്യാപകമായ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു. കത്തിക്കുത്താണ്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം 2024 ഉടനീളം ജർമ്മനിയിൽ ഇതുപോലെയുള്ള കുടിയേറ്റക്കാരായിട്ടുള്ള ഈ ഭീകരവാദികളുടെ ഏജന്റുമാർ അല്ലെങ്കിൽ ഭീകരവാദികൾ വലിയ തിരക്കേറിയ സ്ഥലങ്ങളിലും മറ്റും ആളുകളെ കുത്തിക്കൊല്ലുന്ന ഒരു കാഴ്ച. അതിന് സമാനമായ രീതിയിലാണ് ബെർലിനിൽ ന്യൂ ഇയർ ഈവ് നടക്കുന്ന ആ ഇടത്തിനടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ രാത്രി 11:50 ഈ ആക്രമണകാരി നിരവധി പേരെ കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നു. പലരുടെയും നില അതീവ ഗുരുതരം എന്ന് മാത്രമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിവരമൊന്നും ഇതുവരെ പുറത്തു വരുന്നില്ല. ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിലായിട്ടാണ് ഈ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത്. ഷാർലോട്ടെൻബർഗിലും ഇതുപോലെ ഒരു കത്തി ആക്രമണം നടന്നിട്ടുണ്ട് എന്നാണ് ജർമ്മൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ ഏറ്റവും പുതിയതായി കണ്ടുവരുന്ന തീവ്രവാദികളുടെ രീതിയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ കടന്നു കയറിയ കുടിയേറ്റക്കാർ തീവ്രവാദികളായി മാറുകയും അവർ തന്നെ കത്തി കൊണ്ടുനടക്കുക. കാരണം ഈ സ്ഫോടക വസ്തുക്കൾ മറ്റുമൊക്കെ സംഘടിപ്പിക്കുന്നതിനും അതിനെ സൂക്ഷിച്ചു വെക്കുന്നതിനും ഇല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം ഇപ്പോൾ പല രാജ്യങ്ങളിലും ഇല്ല. കാരണം എല്ലായിടത്തും പഴുതടച്ച സുരക്ഷാ സംവിധാനമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദികൾ കത്തി കൊണ്ടു നടക്കുക, ആ കത്തി കൊണ്ടുപോയി കുത്തുക, ആ രീതിയിലാണ്. ഏതായാലും ജർമ്മനിയിൽ നിന്ന് വരുന്ന ആ ഒരു വാർത്ത ഭീകരവാദികളുടെ ഒരു ആക്രമണം പതിവ് തെറ്റാതെ തന്നെ എല്ലാ ന്യൂ ഇയറിലും ലോകത്തെവിടെയെങ്കിലുമൊക്കെ ഭീകരവാദ ആക്രമണങ്ങൾ നടക്കാറുണ്ട്. ഇത്തവണ അങ്ങനെ സംഭവിക്കില്ല എന്ന് കരുതിയിടത്താണ് ഇപ്പോഴിങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഇന്ത്യ മലയാളം.